PCOD അതുപോലെ തന്നെ ഹോർമോണൽ ഡിസീസ് ഉള്ള ആളുകൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ ഹെയർ സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാവുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അമിതവണ്ണം ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 70% നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരുത്തുക, 30% വർക്കൗട്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡയറ്റിൽ വ്യത്യാസം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ലോ കാർബ് ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിക്കണം, ഫാറ്റും ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ അധികമായിട്ട് കഴിക്കുന്ന പഞ്ചസാരേൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം. അതുപോലെ നമ്മൾ ലോ കാർബ് എന്ന് പറയുന്ന സമയത്ത് മില്ലറ്റ്സ് ആഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുക. അതുപോലെ 3 നേരം നമ്മൾ കാർബ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1 നേരമെങ്കിലും സാലഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വീക്കിലി 5 ദിവസമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതൊരു 45 മിനിറ്റ്സ് എങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് നോർമൽ ആവാൻ വേണ്ടിയിട്ടും PCOD റിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും.